നിങ്ങൾ നാളെ 2025 സെപ്റ്റംബർ മാസം 15-ാം തീയതി, അതായത് 1201 ചിങ്ങമാസം 30-ാം തീയതി തിങ്കളാഴ്ച. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തലേ ദിവസം അഷ്ടമി രോഹിണിയൊക്കെ നന്നായി ആഘോഷിച്ചിരിക്കുമെന്ന് കരുതട്ടെ. ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം. ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞനാണ് കൃഷ്ണൻ. ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളിലും ബാല്യാവസ്ഥ, കൗമാരാവസ്ഥ കഴിഞ്ഞ് പിന്നെ നാം കാണുന്നത് കൃഷ്ണനെ വളരെ പക്വതയാർന്ന ഒരു രൂപത്തിലാണ്. അത് ഭഗവത്ഗീതയോടുകൂടി അത് പൂർണ്ണമാവുകയാണ്. കൃഷ്ണൻ എന്ന ആ പ്രഭാവത്തിൻ്റെ, ആ ദൈവികമായ ആ കലയുടെ അംശത്തിൻ്റെ പ്രാധാന്യമെല്ലാം തന്നെ നമുക്ക് ആ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകത്തിലും നമുക്ക് ദർശനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. തിങ്കളാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:18, അസ്തമയം വൈകിട്ട് 6:24. നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളെ കാലത്ത് 7:30 വരെ മകീര നക്ഷത്രവും 7:30 ശേഷം തിരുവാതിര നക്ഷത്രവുമാകുന്നു. തിരുവാതിര ശുഭകാര്യങ്ങൾക്കൊന്നും നാം സ്വീകരിക്കാറില്ല. ആകെ തിരുവാതിര നക്ഷത്രത്തെ നാം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് വിദ്യാരംഭത്തിനാണ്. വിദ്യാരംഭത്തിന് വളരെയധികം പ്രാധാന്യം തിരുവാതിരക്കുണ്ട്. കാരണം അത് സാക്ഷാൽ മഹാദേവൻ്റെ, ശിവൻ്റെ നക്ഷത്രമാകുന്നു. അതിനുമപ്പുറം വിദ്യ ഏറ്റവും പകർന്നു കൊടുക്കുന്ന ദേവതയാണ് ദക്ഷിണാമൂർത്തി. അതിനാൽ തിരുവാതിര നക്ഷത്രത്തിന് വിദ്യാവിഷയത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ മറ്റ് വിഷയങ്ങളിലൊന്നും തന്നെ നാം തിരുവാതിര നക്ഷത്രം സ്വീകരിക്കാറില്ല. അങ്ങനെയുള്ള നക്ഷത്രങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. 7 നക്ഷത്രങ്ങൾ: യമരുദ്രാഹി മുപ്പൂരം, യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, മുപ്പൂരം പൂരം പൂരാടം പൊരുരുട്ടാതി, തൃക്കേട്ട. ഈ 7 നാളുകൾ നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല. വിതക്കിൽ വിളയ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം. വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരത്തില്ല എന്ന് സാരം. അതിനാൽ നാളത്തെ ദിനം ശുഭകാര്യങ്ങൾക്കൊന്നും അഭിലഷണീയമല്ല. നാളത്തെ തിഥിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമി തിഥിയാണ്. ഒഴിഞ്ഞ തിഥിയാണ് കറുത്തപക്ഷത്തിലെ നവമി. അതിനെ രിക്താതിഥി എന്ന് പറയും. തിഥി എന്നാൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിഥി. ആദ്യം തന്നെ തിഥിയെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. തിഥിക്ക് ബലമുണ്ടെങ്കിൽ ധാരാളം ധനം വരും. അതിനാൽ ദുർബലമായ തിഥിയാണ്, സാമ്പത്തികമായി ഒരു ഗുണവുമില്ലാത്ത തിഥിയാണ് നവമി തിഥി. അങ്ങനെയുള്ള 3 തിഥികളുണ്ട്. ചതുർത്ഥി 4, പിന്നെ നവമി 9, പിന്നെ ചതുർദശി 14. ഇതൊക്കെ തന്നെ രിക്താതിഥികളാണെന്ന് പറയുന്നു, ഒഴിഞ്ഞ തിഥികളാണെന്ന് പറയുന്നു. അത് കറുത്ത പക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും. അതിനാൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിശേഷിച്ച് ഞാൻ ഒരു ശുഭമുഹൂർത്തവും നൽകുന്നില്ല. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? നാഗക്ഷേത്രം, സർപ്പക്ഷേത്ര ദർശനം നടത്താം. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. അപ്രകാരം സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, അല്ലെങ്കിൽ സർപ്പബലി, അല്ലെങ്കിൽ നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, നൂറും പാലും, ഇതൊക്കെ സാധാരണയായി ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി ക്ഷേത്രത്തിൽ വഴിപാടുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് പോകണം, നിങ്ങൾ ചെയ്യണം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി നൽകും. രാഹു ഇഷ്ടപ്പെട്ടാൽ സർപ്പപ്രീതി നിങ്ങൾ ചെയ്യണം. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ. നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും നാഗപ്രീതി വളരെ അഭിലഷണീയമാണ്. ചെയ്യുക. നമ്മുടെ സന്താനങ്ങൾക്ക് ഒരു അരിഷ്ടതകളും ഇല്ലാതിരിക്കട്ടെ. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന് ചിന്മുദ്രയിൽ ആ മന്ത്രം 9 തവണ നിങ്ങൾക്ക് ചൊല്ലാം. രാഹുവിൻ്റെ വാലാകുന്നു കേതു. ഡ്രാഗൺ ഹെഡാണ് രാഹു, ഡ്രാഗൺ സ്റ്റൈൽ ആണ് കേതു. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അതിനാൽ എപ്പോഴും രാഹുവിനെ പ്രാർത്ഥിക്കുമ്പോൾ കേതുവിനെ പ്രാർത്ഥിക്കുമ്പോൾ രാഹുവിനെയും സ്മരിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.